ബിഗ് ബോസിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിലെ നോമിനേഷൻ പ്രക്രിയ കഴിഞ്ഞു. അങ്ങനെ നോമിനേഷൻ പ്രക്രിയ കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ശാരികയ്ക്കാണ്. 5 വോട്ടുകളാണ് കിട്ടിയത്. ഇതിൽ ശാരിക നോമിനേറ്റ് ചെയ്തത് ശൈത്യയെയും അനുമോളെയുമാണ്. അഭിലാഷ് നോമിനേറ്റ് ചെയ്തത് സരികയെയും അപ്പാനി ശരത്തിനെയുമാണ്. അനുമോൾ നോമിനേറ്റ് ചെയ്തത് അക്ബറിനെയും ജിസൈലിനെയുമാണ്. റണ ഫാത്തിമ നോമിനേറ്റ് ചെയ്തത് ശാരികയെയും ശൈത്യയെയുമാണ്. അക്ബർ നോമിനേറ്റ് ചെയ്തത് ശാരികയെയും ഷാനവാസിനെയുമാണ്. കലാഭവൻ സരിക നോമിനേറ്റ് ചെയ്തത് അനുമോളെയും രേണുവിനെയുമാണ്. പിന്നെ അപ്പാനി ശരത്ത് നോമിനേറ്റ് ചെയ്തത് ഒനിയൽ സാബുവിനെയും ശൈത്യയെയുമാണ്. ആദില ആൻഡ് നൂറ നോമിനേറ്റ് ചെയ്തത് നവീനെയും ശാരികയെയുമാണ്. നവീൻ നോമിനേറ്റ് ചെയ്തത് അക്ബറിനെയും ശാരികയെയുമാണ്. ജിസൈൽ നോമിനേറ്റ് ചെയ്തത് അനുമോളെയും ആദില ആൻഡ് നൂറയെയുമാണ്. പിന്നെ ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് റണ ഫാത്തിമയെയും അപ്പാനി ശരത്തിനെയുമാണ്. രേണു നോമിനേറ്റ് ചെയ്തത് ഒനിയൽ സാബുവിനെയും അപ്പാനി ശരത്തിനെയുമാണ്. അനീഷ് നോമിനേറ്റ് ചെയ്തത് ബിന്നിയെയും അപ്പാനി ശരത്തിനെയുമാണ്. ശൈത്യ റണ ഫാത്തിമയെയും അക്ബറിനെയുമാണ് നോമിനേറ്റ് ചെയ്തത്. പിന്നെ ഓനിയൽ സാബു നോമിനേറ്റ് ചെയ്തത് സരികയെയും ശാരികയെയുമാണ്. ബിന്നി നോമിനേറ്റ് ചെയ്തത് ഓനിയൽ സാബുവിനെയും ശൈത്യയെയുമാണ്. ആര്യൻ നോമിനേറ്റ് ചെയ്തത് അഭിലാഷിനെയും ഷാനവാസിനെയുമാണ്. ഏതായാലും നോമിനേഷൻ ലിസ്റ്റിൽ 5 വോട്ടുകളോടുകൂടി ശാരിക, 4 വോട്ടുകളോടുകൂടി ശൈത്യ അപ്പാനി ശരത്ത്, 3 വോട്ടുകളോടുകൂടി അനുമോൾ അക്ബർ ഒനിയൽ സാബു, 2 വോട്ടുകളോടുകൂടി കലാഭവൻ സരിക ഷാനവാസ് റണ ഫാത്തിമ എന്നിവരാണ് വന്നത്. ഇത് 3rd വീക്ക് നോമിനേഷനാണ്. 9 പേരാണ് നോമിനേഷനിൽ വന്നിട്ടുള്ളത്. ഇതിൽ ബിഗ് ബോസ് നോമിനേഷൻ ലിസ്റ്റിൽ വരാത്തവർ ബിന്നി സെബാസ്റ്റ്യൻ, ആദില ആൻഡ് നൂറ, ആര്യൻ ക്യാപ്റ്റനാണ്, അതുകൊണ്ട് ആര്യനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അനീഷ്, അഭിലാഷ്, നവീൻ, ജിസൈൽ. വളരെ അതിശയമെന്ന് പറയട്ടെ, ഈ ആഴ്ച ഒരാൾ പോലും അനീഷിനെ നോമിനേഷൻ വോട്ട് ചെയ്തിട്ടില്ല. ഏതായാലും എല്ലാ കണ്ടസ്റ്റൻറ്റും അനീഷിൻ്റെ സ്വഭാവം ഇഷ്ടപ്പെട്ടു തുടങ്ങിയോ അതോ പുറത്ത് അനീഷിന് നല്ല പ്രേക്ഷക പിന്തുണ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണോ എന്താണെന്നറിയില്ല. ഏതായാലും അനീഷിന് സമാധാനമായി ഈ ആഴ്ച നോമിനേഷൻ്റെ ടെൻഷനൊന്നും ഇല്ലാതെ നിൽക്കാമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.